ഹായ് ഹലോ എല്ലാവർക്കും എജിയർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു മോയ്സ്ചറൈസിങ് ക്രീമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. വേമ്പാലപ്പട്ടയുടെ ഓയിൽ വെച്ചിട്ടാണ് ഈ ഒരു ക്രീം ചെയ്യാനായിട്ട് പോകുന്നത്. സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളൊരു ക്രീം ഉണ്ടാക്കാനായിട്ട് യൂസ് ആക്കിയിരിക്കുന്നത് നോക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടാതെ തന്നെ ലൈക്കും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ആദ്യമേ തന്നെ നമ്മളൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ തന്നെ ഒരു ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് അലോവേരയുടെ ജെല്ലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ 3 ടേബിൾ സ്പൂൺ അലോവേരയുടെ ജെല്ല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 100 ഗ്രാമൊക്കെ ചെയ്യാനുള്ള ക്വാണ്ടിറ്റിയാണ് കേട്ടോ ഇപ്പോൾ കാണിക്കുന്നത്. അലോവേരയുടെ ജെല്ല് ചേർത്തതിന് ശേഷം അടുത്തായിട്ട് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേമ്പാലപ്പട്ടയുടെ ഓയിലുണ്ടല്ലോ അതാണ് കേട്ടോ. ആദ്യമേ തന്നെ ഒരു ടേബിൾ സ്പൂൺ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു വേമ്പാലപ്പട്ട നമ്മൾ ആൽമണ്ട് ഓയിൽ ഉണ്ടല്ലോ അതിൽ സോക്ക് ചെയ്ത് വെച്ചേക്കണതാണ് കേട്ടോ. ഏകദേശം ഒരു 1-2 ദിവസമൊക്കെ സോക്ക് ചെയ്ത് വെക്കുമ്പോഴേക്കും നല്ലൊരു റെഡ് കളറിലായിരിക്കും നമുക്ക് ആ ഒരു ഓയിൽ കിട്ടുന്നത്. അപ്പോൾ ആദ്യം ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ട് ഇതുപോലൊരു വിസ്ക് എടുക്കുന്നുണ്ട്. ഈ വിസ്ക് വെച്ചാണ് കേട്ടോ നമ്മൾ നല്ല രീതിയിൽ മിക്സ് ആക്കുന്നത്. നല്ല രീതിയിൽ മിക്സാക്കി കൊടുക്കണം. മിക്സിങ് ആണ് ഇതിൻ്റെ മെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ നന്നായിട്ട് മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു വേമ്പാലപ്പട്ടയുടെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖക്കുരു, അതുപോലെ തന്നെ മുഖക്കുരു വന്നതിൻ്റെ പാടുകളൊക്കെ റെഡ്യൂസ് ചെയ്യുന്നു. ഈ ഒരു വേമ്പാലപ്പട്ടയിൽ ആൻറ്റി മൈക്രോബയൽ ഗുണങ്ങളുള്ളത് കൊണ്ട് തന്നെ മുഖക്കുരുവിന് കാരണമാകുന്ന ബാക്ടീരിയകളൊക്കെ നശിപ്പിക്കുന്നു. അപ്പോൾ ആദ്യം നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇനി നമ്മൾ രണ്ടാമത്തെ ടേബിൾ സ്പൂൺ ആയിട്ടുള്ള ആ ഒരു വേമ്പാലപ്പട്ടയുടെ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ആദ്യം ചെയ്ത സെയിം രീതിയിൽ തന്നെ വീണ്ടും ആ ഒരു വിസ്ക് ഉപയോഗിച്ച് നല്ല രീതിയിൽ മിക്സ് ആക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ വളരെ ചെറിയ ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നമുക്ക് ക്വാണ്ടിറ്റി കൂട്ടിയിട്ടും ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു വേമ്പാലപ്പട്ടയിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ഈ ചൊറിച്ചിൽ പോലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ വളരെയധികം നല്ലതാണ്. പിന്നെ നമ്മുടെ സ്കിൻ നല്ല ഗ്ലോ ഒക്കെ ആക്കാനായിട്ടും ഈ ഒരു വേമ്പാലപ്പട്ട വളരെയധികം നല്ലതാണ്. എക്സിമ, സോറിയാസിസ് പോലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഈ ഒരു വേമ്പാലപ്പട്ട നല്ലതാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ രണ്ടാമത്തെ ട്രിപ്പും നല്ല രീതിയിൽ ഇതുപോലെ വിസ്ക് ഉപയോഗിച്ച് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ മൂന്നാമതും ഒരു ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് വേമ്പാലപ്പട്ടയുടെ ഓയിൽ ഒഴിച്ചിട്ട് ഇതുപോലെ മിക്സ് ആക്കി എടുക്കുകയാണ് കേട്ടോ. ഇതുപോലെ വിസ്ക് ഉപയോഗിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ കൂടുതൽ നല്ലത്. ബീറ്റർ ഉപയോഗിക്കാതെ. ബീറ്ററൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ക്രീമി ടെക്സ്ചറിലോട്ട് പോകും. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ടെക്സ്ചർ കിട്ടത്തില്ല. വിസ്ക് ആണെങ്കിൽ നല്ല രീതിയിൽ നന്നായിട്ട് നമുക്ക് ആ ഒരു ക്രീമിൻ്റെ ടെക്സ്ചറിലോട്ട് കിട്ടും. അപ്പോൾ ഇത് നല്ല രീതിയിൽ നമ്മൾ 3 പ്രാവശ്യമായിട്ട് ഇതുപോലെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ആ ഒരു വേമ്പാലപ്പട്ടയുടെ ഓയിൽ. ഇനി അടുത്തായിട്ട് ഇതിലായിട്ട് ചേർത്ത് കൊടുക്കുന്നത് വൈറ്റമിൻ ഇയുടെ ഓയിലാണ്. അതൊരു 2-3 ഡ്രോപ്സ് ഒക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു വൈറ്റമിൻ ഇയുടെ ഓയിലിന് പകരം നമുക്ക് അതിൻ്റെ ക്യാപ്സ്യൂൾ വാങ്ങാൻ കിട്ടും. ക്യാപ്സ്യൂളാണെങ്കിൽ ഒരെണ്ണം ചേർക്കാവുന്നതാണ്. പിന്നെ ലൈറ്റായിട്ടൊരു സ്മെല്ലിന് വേണ്ടിയിട്ട് ഫ്രാഗ്രൻസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് ഡൗവിൻ്റെ ഫ്രാഗ്രൻസാണ് ചേർത്ത് കൊടുത്തത്. വളരെ ചെറിയ ക്വാണ്ടിറ്റിയിലാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് പ്രിസർവേറ്റീവാണ്. പ്രിസർവേറ്റീവ് യൂസ് ആക്കിയിരിക്കുന്നത് ഫിനോക്സി എത്തനോളാണ്. അതൊരു 0.25 ഗ്രാമാണ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത്രയും ഐറ്റംസും കൂടെ ചേർത്തിട്ട് വീണ്ടും ഇതുപോലെ വിസ്ക് ഉപയോഗിച്ച് നല്ല രീതിയിൽ മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഈ ഒരു ക്രീം നമുക്ക് റൂം ടെമ്പറേച്ചറിൽ വെക്കാവുന്നതാണ്. ഫ്രിഡ്ജിലൊന്നും സ്റ്റോർ ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ എബോവ് 6 മന്താണ് ഇതിൻ്റെ ഒരു ഷെൽഫ് ലൈഫ് വരുന്നത്. ഇപ്പോൾ ഇതിൽ കാണുമ്പോൾ ഒരു ലൈറ്റ് പിങ്ക് കളർ മാതിരിയാണ് കേട്ടോ നമ്മളൊരു ക്രീം വന്നിരിക്കുന്നത്. ഈ ഒരു ടെക്സ്ചറിലോട്ടാണ് നമ്മുടെ ഒരു ക്രീം കിട്ടിയിരിക്കുന്നത്. ഇനി ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ pH ഒന്ന് നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. എന്തൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോഴും അതിൻ്റെ pH ഒക്കെ നോക്കിയിട്ട് വേണം കേട്ടോ നമ്മൾ യൂസ് ആക്കാനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ യൂസ് ആക്കണ നേരത്ത് ഒന്ന് പാച്ച് ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കിയിട്ട് വേണം നമ്മൾ ഫേസിലൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും ഒരേപോലെ നമ്മുടെ സ്കിന്നിന് സൂട്ട് ആവണമെന്നില്ലല്ലോ. അപ്പോൾ എന്തൊരായിട്ട് നമ്മൾ എടുക്കുമ്പോഴും നമ്മൾ ജസ്റ്റ് ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു pH സ്ട്രിപ്സ് ഇത് നമുക്ക് ഓൺലൈനായിട്ട് മേടിക്കാൻ കിട്ടും കേട്ടോ. അപ്പോൾ ഒരു pH സ്ട്രിപ്സിൽ ആ ഒരു ക്രീം കുറച്ച് അപ്ലൈ ചെയ്തിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ഉണങ്ങാൻ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി കളറിൽ എന്തെങ്കിലും ചേഞ്ചോ കാര്യങ്ങളുണ്ടോ എന്ന് നോക്കാം. pH എത്രയാണ് കിട്ടിയേക്കണതെന്നൊക്കെ നോക്കാം കേട്ടോ. ആ ഒരു pHൻ്റെ ബുക്കിൽ ഒരു 1 മുതൽ 14 നമ്പേഴ്സ് ഉണ്ട്. അതിൽ പല പല കളറിൽ pH കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്ന pH എന്ന് പറയുന്നത് ഏകദേശം ഒരു 5നും 6ൻ്റെയും ഇടയിലായിട്ടുള്ളൊരു കളറാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. 7 ആണെന്ന് വെച്ചാൽ 7 അല്ല കേട്ടോ. നേരിട്ട് കാണുമ്പോൾ ആ ഒരു 7 അല്ല വരുന്നത്. pH ഒരു 5 and 6ൻ്റെ ഒക്കെ ഇടയിലായിട്ടാണ് വന്നിരിക്കുന്നത്. pH നോക്കിയതിന് ശേഷം കുറച്ച് നേരം അതൊന്ന് കവർ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ ക്ലിംഗ് ഫിലിം ഉപയോഗിച്ച് റെസ്റ്റ് ചെയ്യാനായിട്ട്. ഇനി ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെച്ചില്ല എന്ന് വെച്ചും പ്രശ്നമൊന്നുമില്ല. നമുക്ക് pH ഒക്കെ നോക്കിയതിന് ശേഷം ഡയറക്റ്റായിട്ട് നമ്മൾ ഏത് കണ്ടെയ്നറിലോട്ടാണോ മാറ്റാനായിട്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാവുന്നതാണ് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ആ ഒരു ക്രീമൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചത് ഞാൻ ഈ ക്ലിംഗ് ഫിലിം എല്ലാം മാറ്റിയിട്ട് എടുത്ത് നോക്കുന്നുണ്ട്. ഇതിൻ്റെ കളറ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ ദേഹത്തൊക്കെ പറ്റുന്ന കലാമിൻ ഉണ്ടല്ലോ
ആ ഒരു കളറിലാണ് കേട്ടോ നമ്മുടെ ആ ഒരു ക്രീം കിട്ടിയിരിക്കുന്നത്. സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ക്രീമാണ് കേട്ടോ നമ്മുടെ ഈ ഒരു മോയ്സ്ചറൈസിങ് ഫേസ് ആൻഡ് ബോഡി ക്രീം. ഇനി നമുക്കിത് നമ്മുടെ ആ ഒരു കണ്ടെയ്നറിലോട്ട് മാറ്റാവുന്നതാണ്. ഇതാണ് കേട്ടോ അതിൻ്റെ ആ ഒരു ക്രീമിൻ്റെ ടെക്സ്ചർ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ വെയ്പ്പ് മെഷീൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു കണ്ടെയ്നറിലോട്ടാണ് മാറ്റാനായിട്ട് പോകുന്നത്. ഇത് 50 ഗ്രാമിൻ്റെ ആണ് കേട്ടോ വരുന്നത്. അപ്പോൾ 2 ബോട്ടിലാക്കിയിട്ടാണ് ഇപ്പോൾ ഫില്ല് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യത്തെ നമ്മളിതുപോലെ നമ്മുടെ ആ ഒരു കണ്ടെയ്നറിലോട്ട് മാറ്റുന്നുണ്ട്. അങ്ങനെ ആദ്യത്തെ ബോട്ടിൽ നമ്മളിവിടെ ഫില്ല് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 52 ഗ്രാം നമ്മളിവിടെ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ആ ഒരു ക്രീം വരുന്നത്. രണ്ടാമത്തെ ബോട്ടിലും അതുപോലെ തന്നെ നമ്മൾ ഫില്ലാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ 2 ബോട്ടിലും നമ്മൾ ആ ഒരു ക്രീം ഫില്ലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ബാലൻസ് കുറച്ച് ആ ഒരു പാത്രത്തിലിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് കയ്യിലും കൂടെ അപ്ലൈ ചെയ്ത് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ക്രീമൊക്കെ ഇവിടെ സെറ്റായിട്ട് നമ്മുടെ ബോട്ടിലാക്കി ഫില്ലാക്കി വെക്കുമ്പോൾ ഈ ഒരു രീതിയിലാണ് ഇരിക്കുന്നത്. സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ താല്പര്യമുള്ള കൂട്ടുകാരൊക്കെ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെയുള്ളൂ കേട്ടോ. നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ, ഇനിയും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ, വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും സോപ്പ് മേക്കിങ്ങിനുള്ള മെറ്റീരിയൽസ്, ലിപ് ബാമിൻ്റെ മെറ്റീരിയൽസൊക്കെ വേണമെന്നുണ്ടെങ്കിലും മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ്. പോസ്റ്റ് വഴിയും അതുപോലെ തന്നെ DTDC വഴിയാണ് അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും മെറ്റീരിയൽസൊക്കെ വാങ്ങാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ്. കോള് വിളിച്ചു കഴിഞ്ഞ് കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.